ആതിരപ്പള്ളിയിൽ വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൗസിലേക്ക് പോകും വഴിയാണ് സംഭവം. കാട്ടാനാക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വനമന്ത്രി. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചയാളുടെ വീട് സന്ദർശിക്കാൻ ആതിരപ്പള്ളിയിലേക്ക് പോകും വഴിയാണ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനത്തിന് മുമ്പിലും കാട്ടാന വന്നുപെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു ആ സംഭവം. അല്പസമയം മുമ്പ് രാവിലെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ ആതിരപ്പള്ളിയിൽ മരിച്ചയാളുടെ വീട്ടിലേക്ക് പോവുകയും അതിനുശേഷം ഇക്കാര്യത്തിൽ സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും കാട്ടാനകളെ അടക്കം മേഖലയിൽ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. എന്തായാലും മന്ത്രിക്ക് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ ദിവസം എന്നോണം സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വിവരങ്ങളുമായി സൂരജ് സൈ ചേരുന്നുണ്ട്. സൂരജേ, ഈ അവിടെയുള്ള ഈ പ്രശ്നക്കാരായ കാട്ടാനകളെ അവിടെ നിന്ന് തുരത്താനുള്ള നടപടി എടുക്കുമെന്നോ മറ്റോ അല്ല ഇപ്പോഴത്തെ ഉന്നതതല യോഗത്തിന്റെ തീരുമാനം? ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ അവിടുത്തെ ആളുകളുടെ ഒരു അവസ്ഥ മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? ജോഷി, തീർച്ചയായും. അതായത് ആനകളെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് വനമന്ത്രി പറയുന്നത്. നാളെ മുതൽ തന്നെ, നാളെ രാവിലെ തന്നെ അതിനുവേണ്ടിയുള്ള പ്രത്യേക ദൗത്യം ഈ അതിരപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുകയും ചെയ്യും. 2 ആനകളാണ് നിലവിൽ ഈ പ്രശ്നക്കാരനായിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആനകളെ കൂടി, അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിലുള്ള മറ്റ് ആനകളെ കൂടി അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു നടപടിയൊക്കെ സ്വീകരിക്കുമെന്ന് പറയുന്നു. ഏത് തരത്തിലുള്ള ദൗത്യമായിരിക്കുമെന്ന സാഹചര്യത്തിനനുസരിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇന്നലെ മന്ത്രി സഞ്ചരിച്ച വാഹനവ്യൂഹം തന്നെ ഇന്നലെ അതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് ആനയ്ക്ക് മുന്നിൽ അകപ്പെടുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് ഈ ആനയെ മാറ്റിയതിനു ശേഷമാണ് ഈ യാത്ര തുടരാൻ സാധിച്ചത്. വനമന്ത്രി ഇന്നലെ ഈ വാഴച്ചാലിലുള്ള IB ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ ആനയ്ക്ക് മുന്നിൽ മന്ത്രി അടക്കം അകപ്പെടുന്നത്. എന്ന് മന്ത്രി പറയുന്നത് ഇത് ജനവാസ മേഖലയാണ്. പക്ഷേ ആ ജനവാസ മേഖലയിൽ ആണെങ്കിൽ പോലും പക്ഷെ അവിടെ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ജനമെന്നത് തനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് മന്ത്രി അടക്കം പറയുന്ന കാര്യം. ഇപ്പോൾ മന്ത്രി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ രാത്രി യാത്രയിലാണ് ആന മന്ത്രിക്ക് മുന്നിൽ പെട്ടത്. അല്ല, വനത്തിനകത്ത് പോകുന്നെങ്കിൽ പിന്നെ ആന വരെ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ ജനവാസ മേഖലയിൽ എത്തിയപ്പോഴും ആനയുടെ സാന്നിധ്യമാണ് അവിടെയൊക്കെ. അതെ അതെ അതെ, ജനവാസ മേഖലയിലും ആണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. നാളെ ദൗത്യം തുടങ്ങുകയാണ്. ഒരു പരീക്ഷണാർത്ഥം ചെയ്യുകയാണ്. നോക്കിക്കളെ, ജനത്തിനൊപ്പം ഉണ്ട്. 100% ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്ത് മാത്രമേ ഇതിന് പരിഹാരം കാണാനൊക്കത്തുള്ളൂ. ആ നിലയിൽ തന്നെ ഞങ്ങൾ പോകും. എന്തായാലും അതാണ് വനമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ജോഷി. എന്തായാലും ജനത്തിന് ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ദൗത്യത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ്. അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ച് അവർക്ക് ഈ ആനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഓടിയെത്തുന്ന, ആനയെ തുരത്താൻ വേണ്ടി ഓടിയെത്തിയിരുന്ന ആളാണ് മോഹനൻ. ആ മോഹന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാത്രി ആന ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് തങ്ങളുള്ളതെന്ന് സ്ത്രീകളടക്കമുള്ളവർ മന്ത്രിയെ ബോധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഒരു അടിയന്തര ദൗത്യത്തിലേക്ക് വനംവകുപ്പ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വനമന്ത്രി അടക്കം തീരുമാനിച്ചിരിക്കുന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനമായി പുറത്തു വരുന്നത് ജോഷി. ശരിയാണ്. കാരണം നാളെ ആ ദൗത്യം നടക്കും എന്നുള്ളതാണ്. ആ മേഖലയിൽ പ്രശ്നക്കാരായ മോഹനന്റെ മരണത്തിലേക്ക് അടക്കം നയിച്ച കാട്ടാനകളെ ആ മേഖലകളിൽ നിന്ന് തുരത്താനോ ഉള്ള ശ്രമങ്ങൾ നാളെ തുടങ്ങും. ആ ദൗത്യം നാളെ തുടങ്ങും എന്നുള്ളത് തന്നെയാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് ആതിരപ്പള്ളിയുടെ മാത്രം പ്രശ്നമല്ല. അത് കുട്ടമ്പുഴയിലായാലും വയനാട്ടിലായാലും ഇടുക്കിയിലായാലും വനയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ സമാനമായ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ മേഖലകളിലേക്കൊക്കെ തന്നെ സർക്കാരിൻ്റെ സമാനമായ ശ്രദ്ധ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.